ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാളെ ഇസ്രായേൽ സന്ദർശിക്കുകയാണ്. എന്താണ് സന്ദർശനത്തിൻ്റെ മുഖ്യ അജണ്ടയെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്രയും വെച്ച് നോക്കുമ്പോൾ പ്രതിരോധ രംഗത്തുള്ള സഹകരണം തന്നെയായിരിക്കും മുഖ്യ അജണ്ടയെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സുഖോയ് 30ൽ നിന്ന് വിക്ഷേപിക്കാൻ പറ്റുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു കരാറുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വളരെ വാമായിട്ടുള്ളൊരു സ്വാഗതമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്നതെന്നുള്ളത് 100% നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്പം നിറം മങ്ങി നിന്നിരുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അത് ശക്തി പ്രാപിക്കുന്നത്. ഇത് മേഖലയിലെ സുരക്ഷിതത്വത്തിന് വളരെയേറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഇനിയൊരു ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ആ സഹായം നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ തുർക്കി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. തുർക്കി പാകിസ്ഥാന് ധാരാളം സൈനിക സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമുക്ക് ഇസ്രായേലിൻ്റെ സഹായം വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. ഇന്ത്യ, ഇസ്രായേൽ, ഗ്രീസ് സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നൊരു സൈനിക സഖ്യം പോലെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പാകിസ്ഥാനും അതുപോലെ തന്നെ തുർക്കിയും ഒക്കെ ചേർന്ന് ഒരു സൈനിക കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മ ഇന്ത്യക്കെതിരെ ശക്തമായൊരു ത്രെഡായിട്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നുള്ള നമുക്ക് ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ മേഖലകളിലൊക്കെ എപ്പോഴും നമുക്ക് ശക്തമായിട്ട് വീണ്ടും ഒരു സൈനിക സമവായം ഉണ്ടാകേണ്ടതായിട്ട് നമുക്കുണ്ട്. കാരണം ഏത് നിമിഷവും ഇനിയും ഒരു ആക്രമണം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഏതെല്ലാം മേഖലകളിലാണ് നമുക്ക് സൈനികമായിട്ടുള്ള തിരിച്ചടികളുണ്ടായത് എന്നുള്ള ആ പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾ ആരാണോ അവരിൽ നിന്നൊക്കെ സഹായം നമ്മൾ കൂടുതൽ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഇസ്രായേലാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് നമുക്ക് എക്കാലവും കരുതാൻ പോകുന്നത്. റഷ്യ നമുക്ക് ഇനിയുള്ള കാലം ഇനി കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംശയമാണ്. കാരണം റഷ്യയുടെ ജിയോ പൊളിറ്റിക്സിൽ റഷ്യയുമായിട്ട് നമുക്ക് കൂടുതൽ എടുക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരികയാണ്. അമേരിക്കയുമായിട്ടുള്ള ആ ബന്ധമാണ് കൂടുതൽ ഇനി ഊഷ്മളമായി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി വരുമ്പോൾ ഇസ്രായേലുമായിട്ടും അതുപോലെ തന്നെ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വിധത്തിലുള്ള ശുഭാശംസകളും ഈ ഇന്ത്യ ഇസ്രായേൽ റിലേഷൻഷിപ്പിന് നേരുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കാം.